അഫ്ഗാൻ അതിർത്തിക്കുള്ളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ കടന്നുകയറ്റം തന്നെയാണിതെന്നതാണ് പാകിസ്ഥാന്റെ നടപടിയെ ഇവിടെ വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ കുനാർ, പക്തിയ, അതേപോലെ പാക്തിക പ്രവിശ്യകളിൽ തന്നെ പാകിസ്ഥാൻ നടത്തിയതായി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ തന്നെ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാന്റെ ഈ നടപടി പ്രാദേശിക സമാധാനത്തിനും സുരക്ഷയ്ക്കും അവിടെ സുസ്ഥിരതയ്ക്കും നേരിട്ടുള്ള ഭീഷണിയാണ് എന്നതാണ് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വന്തം രാജ്യത്തിനുള്ളിലെ ആഭ്യന്തര സുരക്ഷാ വീഴ്ചകളും പരാജയങ്ങളും മറച്ചുപിടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ചു. അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും ഇന്ത്യ എന്നും ബഹുമാനിക്കുന്നതായും അഫ്ഗാൻ ജനതയ്ക്കൊപ്പമാണ് ഇന്ത്യ ഉറച്ചു നിൽക്കുന്നതെന്നതും ഈ പ്രസ്താവനയിൽ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഇന്ത്യ അനുശോചനം രേഖപ്പെടുത്തി. പരിക്കേറ്റവർ എത്രയും വേഗം തന്നെ സുഖം പ്രാപിക്കട്ടെ എന്നും അതുമാത്രമല്ല പാകിസ്ഥാന്റെ നടപടിക്കെതിരെ അന്താരാഷ്ട്ര സമൂഹവും ശക്തമായ പ്രതികരണം നടത്തുമെന്ന ആവശ്യം പോലും വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പശ്ചിമേഷ്യയിലും ദക്ഷിണേഷ്യയിലും സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ ഒരു കടുത്ത നിലപാട് നയതന്ത്ര തലത്തിൽ വലിയ പ്രാധാന്യമാണ് നേടുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ പാക്തിക, കുനാർ പ്രവിശ്യകളിൽ കര, വ്യോമ, സൈനിക നടപടി നടത്തിയത്. ഭീകര സംഘടനയുടെ താവളമായി എന്നതാണ് ലക്ഷ്യമിട്ടതെന്നതാണ് പാകിസ്ഥാന്റെ വിശദീകരണം. എന്നാൽ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ തന്നെ നിരവധി പേർ അവിടെ കൊല്ലപ്പെട്ടതായും വ്യക്തമാക്കുന്നു. മരിച്ചവരുടെ ചിത്രങ്ങളടക്കം ഇപ്പോൾ അഫ്ഗാൻ പുറത്തുവിട്ടിരുന്നു. അഫ്ഗാൻ അധികൃതരുടെ കണക്കുകൾ പ്രകാരം 36 പേർ കൊല്ലപ്പെടുകയും 160 പേർ, അതായത് 160-ലധികം പേർ അവിടെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആക്രമണങ്ങളിൽ പെട്ടെന്ന് തന്നെ 30-ലധികം പേർക്ക് ജീവൻ നഷ്ടമായത് വലിയൊരു ആശങ്കയ്ക്ക് ഇവിടെ ഇടവച്ചിരിക്കുകയാണ്. ആക്രമണം നടന്ന സമയത്ത് ഈ പ്രദേശങ്ങളിൽ സൈനികരുടെയോ വിമതരുടെയോ യാതൊരുവിധ സാന്നിധ്യവും ഉണ്ടായിരുന്നില്ല എന്നും ഇരകളായവരെല്ലാവരും തന്നെ തങ്ങളുടെ വീടുകളിൽ അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന സാധാരണക്കാരായിരുന്നു എന്നതാണ് പ്രാദേശിക വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ഇതിന് പുറമെ തന്നെ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി പ്രവിശ്യയായ കുനാറിലെ പല മേഖലകളിലും പാക് സൈന്യം ശക്തമായ ആക്രമണം നടത്തിയതായ റിപ്പോർട്ടുകളുണ്ട്. പാക്തിയ പോലീസ് കമാൻഡ് വക്താവ് മുനീർ ആകട്ടെ ഈ ഒരു വ്യോമാക്രമണത്തിന്റെ വിവരങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് വിവരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസ്താവന പ്രകാരം സമഖാനി ജില്ലയിൽ മാത്രമുണ്ടായ വ്യോമാക്രമണത്തിൽ 35ഓളം പേർ മരിക്കുകയും വലിയ തോതിൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജില്ലയിലെ പല മേഖലകളിലും സാധാരണക്കാരാകട്ടെ അവരുടെ വീടിന് നേരെ വലിയ രീതിയിലുള്ള പാക് വിമാനം ആദ്യമായി തന്നെ ബോംബ് എറിഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയതായിട്ടാണ് വ്യക്തമാക്കുന്നത്. ഈ ആക്രമണത്തെ തുടർന്നുകൊണ്ട് തകർന്ന വീടുകളിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ പോലും രക്ഷപ്പെടുത്തുവാനായി തന്നെ സമീപവാസികളും സാധാരണക്കാരും ഓടിക്കൂടുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തതായും വിലയിരുത്തൽ പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.